പൊട്ടിച്ച എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ. ഇടുക്കാച്ചി പടം എന്ന് പറഞ്ഞ ഇതാ, നിങ്ങൾ കയറി കണ്ടുപോകും, ഇല്ലെങ്കിൽ ഞാൻ പൈസ തരും. ലാലേട്ടൻ പൊളിച്ച് തിമിർത്ത് തകർത്ത്. തരുൺ മൂർത്തി, താങ്ക് യു. മോഹൻലാൽ, ലാലേട്ടൻ ഇങ്ങനെ തന്നതിന്, സ്ക്രീനിൽ 2.25 മണിക്കൂർ ഒരു മോഹൻലാൽ സിനിമ കണ്ടിട്ട് സാധാരണ നമ്മൾ പറയും നെഞ്ചും വിരിച്ച് ഇറങ്ങി വരും. അത് നെഞ്ചും വിരിച്ച് ഇറങ്ങി വരുന്നത് മാത്രമല്ല, മനസ്സ് നിറഞ്ഞ് കണ്ണ് കലങ്ങി ഇച്ചാതി പടം. പണി വരുന്നുണ്ടവറാച്ച. Once upon a time there lived a ghost. He is not a myth anymore. തരുൺ മൂർത്തി ഉണ്ടല്ലേ, അവനെ കണ്ടത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ അങ്ങ് കൊടുക്കും. താങ്ക്സ് മാരാ, താങ്ക്സ് എ ലോട്ട്. ഇങ്ങനെയാണ് ലാലേട്ടൻ വരേണ്ട സ്ക്രീനിൽ. നോക്കി എന്റെ പൊന്നോ, മീശ ഇന്നലെ ഷെയർ ചെയ്തല്ലേ, മുറുക്കി കാണിച്ചു തന്നെ. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടു. അണ്ണ ഇങ്ങനെ താടി വളർത്തി അയ്യോ പാവം കളിച്ചതാടാ. இந்த தாடி யாருக்கடா பிரச்சனை? എന്താണ്? But this movie, ലാലേട്ടൻ is back എന്ന് വളരെ സന്തോഷവാനായി എനിക്ക് പറയാൻ പറ്റുന്നു. Man, this movie was exceptional. കിടിലം. ഇനി നടക്ക പോறது യുദ്ധം. നമ്മൾ എവിടെയൊക്കെയോ മറന്നുപോയ, അല്ലെങ്കിൽ നമ്മളൊക്കെ മറന്നുപോയൊരു സംഭവമാണ് ലാലേട്ടൻ ആസ് എ പെർഫോമർ. ട്രസ്റ്റ് മീ, വെൻ ഹി ഡസ് ദാറ്റ്, നിങ്ങൾ കരയേണ്ടടുത്ത് കരയും, ചിരിക്കേണ്ടടുത്ത് ചിരിക്കും, പേടിക്കേണ്ടടുത്ത് പേടിക്കും. പുള്ളി എന്ത് ഇമോഷൻസ് ആണ് നമുക്ക് തരുന്നത്, അത് നമുക്കത് ഫീൽ ചെയ്യും. അങ്ങനൊരു ലാലേട്ടൻ ഉണ്ട് മക്കളെ. ആ മനുഷ്യനെ ഞാനിന്ന് ആ സ്ക്രീനിൽ കണ്ട് എൻ്റെ മാൻ, ചില സീനുകളൊക്കെ ഉണ്ടല്ലോ, ഞാൻ കണ്ണുകൊണ്ട് അഭിനയിക്കുക. പുള്ളിയുടെ ഒരു ഇമോഷണൽ സീനൊക്കെ ഉണ്ട്. വേ ഹി ഹാസ് ലൈക്ക് ഹീ നോസ്. പുള്ളി കുറെ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ഈസ് ലൈക്ക് കേക്ക് വാക്ക് പുള്ളിക്കാരൻ. എന്താ എന്റെ ഉദ്ദേശം? ആരാധകരെ ശാന്തരാകുകയും അതേപോലെ എടുത്തു പറയേണ്ടത് പ്രകാശ് വർമ്മ ആസ് വില്ലൻ. പക്ഷേ പുള്ളിയുടെ ഉള്ളിലൊരു നടനുണ്ടെന്ന് ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതൊരു എന്തൊരു വില്ലൻ. ഞാനൊരു ചെറ്റയാണെന്ന് പറയുന്ന ഒരു വില്ലൻ, മനസ്സിലായില്ല? അതാണ് റേഞ്ച് പുള്ളി. ഒന്നും പറയാല്ലേ, ഒരു രക്ഷയില്ല. അതേപോലെ ബിനു പപ്പു, പുള്ളിയൊക്കെ ഞാൻ പറയും, ഈച്ച് ആൻഡ് എവറി സോൾ ഇൻ ദിസ് മൂവി വാസ് ഫാന്റാസ്റ്റിക്. ബട്ട് എടുത്തു പറയാനായിട്ട് യെസ്, ലാലേട്ടൻ ആൻഡ് പ്രകാശ് വർമ്മ രണ്ടെണ്ണവും കൂടെ അഴിഞ്ഞാടിയിട്ടുണ്ട് സിനിമയിൽ. കിടിലം പടം. ഞാൻ ഒരു ലാലേട്ടൻ്റെ കരിയറിൽ തന്നെ എണ്ണം പറയാവുന്ന ഒരു സിനിമയായിട്ട് ഇത് എഴുതി ചേർക്കപ്പെടും. ലാലേട്ടൻ തുടരും.